ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ അടുത്ത് വന്നിട്ടുള്ള ഐഫോൺ 13 ആണ്. കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഗ്ലാസ് ചേഞ്ചിങ് ആണ്. ഫ്രണ്ട് ഗ്ലാസ് ഫുള്ളായി ബ്രോക്കൺ ആയിട്ടുണ്ട്. പക്ഷേ ഡിസ്പ്ലേ വർക്കിംഗ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്ലാസ് മാത്രമായിട്ട് മാറാം. ഡിവൈസിനെ ചെക്ക് ചെയ്ത് നോക്കിയപ്പം ടച്ച് പെർഫെക്റ്റ് ആണ്. ടച്ചിന് യാതൊരുവിധ കംപ്ലൈൻറ്റും കാണിക്കുന്നില്ല. മുകളിലെ ഗ്ലാസ് മാത്രമേ പൊട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വിത്തൗട്ട് റിസ്കിൽ ഈ ഗ്ലാസ് ചേഞ്ച് നമുക്ക് ചെയ്തെടുക്കാം. വേറൊരു ഡാമേജും കാണുന്നില്ല. പക്ഷേ ഫ്രണ്ട് ക്യാമറ ചെക്ക് ചെയ്ത സമയത്ത് ഫ്രണ്ട് ക്യാമറയുടെ അകത്ത് സ്ക്രീനിൽ കാണുന്നത് പോലെ കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് ഡിസസംബിൾ ചെയ്ത് നോക്കാം. അതിനുശേഷമേ ക്യാമറ ഡാമേജ് ആണോ അല്ലേ എന്ന് ഉറപ്പിക്കാൻ പറ്റും. നമുക്ക് ഗ്ലാസ് ചേഞ്ചിന് വേണ്ടിയിട്ട് ഡിസ്പ്ലേ പൂർണ്ണമായും പുറത്ത് എടുക്കേണ്ടതുണ്ട്. അതിന് ഡിസസംബിൾ ചെയ്യണം. അതിന് ആദ്യം നമുക്ക് ഇതിൻ്റെ ബോട്ടൺ സ്ക്രൂവിനെ റിമൂവ് ചെയ്യാം. അതിനുശേഷം ടെമ്പറേച്ചർ കൊടുക്കുക. ടെമ്പറേച്ചർ കൊടുത്തതിന് ശേഷം, കാരണം വാട്ടർ റെസിസ്റ്റൻറ്റ് ഫോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ടെമ്പറേച്ചർ കൊടുത്ത് ഇതിൻ്റെ അകത്തുള്ള ഗമ്മിനെ ആദ്യം ഇളക്കി വിടണം. ഇതിൻ്റെ അകത്ത് നമുക്ക് സക്കർ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഡിസ്പ്ലേ ഡാമേജ് ആയതുകൊണ്ട്, ഓൾറെഡി പൊട്ടിയത് കൊണ്ട് സക്കർ റിസ്ക് ആണ്, ഡിസ്പ്ലേ ഡാമേജ് ആയി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് റിമൂവ് ചെയ്ത ഡിസ്പ്ലേയുടെ ഫ്രെയിം ഇളക്കി എടുക്കണം. അത് മാത്രമേ നമുക്ക് ആ ഡിസ്പ്ലേയുടെ ഗ്ലാസ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ ഞങ്ങളിവിടെ ഗ്ലാസ് സക്സസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നോക്കാൻ കണ്ടോ, ഡിസ്പ്ലേയുടെ കട്ടി കണ്ടോ, ഒരു പേപ്പർ ഡിസ്പ്ലേയുടെ അത്രയും കട്ടിയുള്ളൂ ഈ ഡിസ്പ്ലേക്ക്. ടച്ച് എല്ലാം പെർഫെക്റ്റ് വർക്കിംഗ് ആണ്. ഇനി നമുക്ക് പുതിയ ഗൊറില്ല ഗ്ലാസ് ഇതിൻ്റെ അകത്തേക്ക് അപ്ലൈ ചെയ്യാം. ശേഷം നമുക്ക് ഗ്ലാസ് ചേഞ്ചിങ് മെഷീനിൽ ഇതിനെ പഞ്ച് ചെയ്തെടുക്കാം. 100% സക്സസ് ആയിട്ട് നമുക്ക് ഡിസ്പ്ലേ ഗ്ലാസ് ചേഞ്ചിങ് കിട്ടിയിട്ടുണ്ട്. പെർഫെക്റ്റ് എല്ലാം വർക്കിംഗ് ആണ്. ഫേസ് ID, ഫ്രണ്ട് ക്യാം എല്ലാം വർക്കിംഗ് ആയിരുന്നു. അപ്പോൾ നിങ്ങളെ മൊബൈൽ ഫോണിന് എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാം. ഫൈനൽ സൊല്യൂഷൻ ഞങ്ങളുടെ കയ്യിലുണ്ട്.